വേനൽ ചൂട് അതിന്റെ സർവ്വകാഠിന്യത്തോടെയും കത്തി നിൽക്കുന്ന ഒരു പ്രഭാതം. നഗരം അതിന്റെ പതിവ് തിരക്കുകളിലേക്ക് ഉണർന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. വാഹനങ്ങളുടെ ഇരമ്പലും ആളുകളുടെ തിക്കിത്തിരക്കും നഗരഹൃദയത്തെ ശബ്ദമുഖരിതമാക്കി. അതിസമ്പന്നരുടെ താവളമായ ആ നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ കെട്ടിടമുണ്ട്. സുവർണ ഗ്ലോബൽ ബാങ്ക്. വെട്ടിത്തിളങ്ങുന്ന ചില്ലുവാതിലുകളും മാർബിൾ പാകിയ വിശാലമായ തറകളും എയർ കണ്ടീഷണറുകളുടെ തണുത്ത കാറ്റും ആ കെട്ടിടത്തെ പുറത്തെ ചുറ്റുപാടുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാക്കി നിർത്തി. നഗരത്തിലെ ഏറ്റവും വലിയ വ്യവസായികളും കോടീശ്വരന്മാരും മാത്രം സ്ഥിരമായ ഇടപാടുകൾ നടത്തുന്ന സാധാരണക്കാർക്ക് അപ്രാപ്യമെന്ന് തോന്നിപ്പിക്കുന്ന ഒരിടമായിരുന്നു സുവർണ ഗ്ലോബൽ ബാങ്ക്. രാവിലെ 10 മണിയാകുമ്പോഴേക്കും ബാങ്കിന്റെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ആഡംബര കാറുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വില കൂടിയ സ്യൂട്ടുകളും പട്ടുസാരികളും ധരിച്ച ആളുകൾ ബാങ്കിനുള്ളിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒരു വലിയ പ്രദർശനശാല പോലെയാണ് ആ ബാങ്ക് അപ്പോൾ തോന്നിപ്പിച്ചിരുന്നത്. ആ അന്തരീക്ഷത്തിൽ എവിടെയും പണത്തിന്റെ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് തികച്ചും വ്യത്യസ്തനായ ഒരാൾ ആ ബാങ്കിന്റെ പടവുകൾ കയറാൻ എത്തിയത്. പ്രായം ഏതാണ്ട് 75 പിന്നിട്ടിട്ടുണ്ടാകണം. നരച്ച മുടിയും താടിയും. വേഷം വളരെ ലളിതമായിരുന്നു. അല്പം മങ്ങിയ ഒരു മുണ്ടും ഒരു സാധാരണ വെള്ള ഷർട്ടും. തോളിൽ പഴകിയ ഒരു തുണിസഞ്ചിയുണ്ട്. കയ്യിലൊരു പഴയ മരക്കുടയും. മുഖത്ത് വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ ആഴത്തിൽ വീണിട്ടുണ്ടെങ്കിലും ആ കണ്ണുകളിൽ അസാധാരണമായ ഒരു ശാന്തതയും തിളക്കവും ഉണ്ടായിരുന്നു. വലിയ വാഹനങ്ങൾക്കിടയിലൂടെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യർക്കിടയിലൂടെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ വയോധികൻ ബാങ്കിന്റെ പ്രവേശന കവാടത്തിലേക്ക് സാവധാനം നടന്നു നീങ്ങി. അദ്ദേഹത്തിന്റെ പേര് മാധവ മേനോൻ എന്നായിരുന്നു. ആ വലിയ കെട്ടിടത്തിന്റെ പടവുകൾ ഓരോന്നായി കയറുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് തികച്ചും ശാന്തമായിരുന്നു. എന്നാൽ ചുറ്റുമുള്ളവരുടെ നോട്ടം അദ്ദേഹത്തിന് നേരെ നീളുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ, അതില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും ഭാവഭേദമില്ലാതെ അദ്ദേഹം മുന്നോട്ട് തന്നെ നടന്നു. പ്രധാന വാതിലിന് മുന്നിൽ കാവൽ നിന്നിരുന്ന സുരക്ഷാ ജീവനക്കാരൻ വിക്രമന്റെ കണ്ണുകൾ ആ വയോധികനിൽ ഉടക്കി. വിക്രമിനെ അയാളുടെ വേഷവും രൂപവും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വരുന്നവർ കോടീശ്വരന്മാരും വ്യവസായികളുമാണ്. ഈ മുഷിഞ്ഞ വേഷക്കാരൻ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? വിക്രമിന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അയാൾ മാധവ മേനോനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അങ്ങേയറ്റം പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു, ഹേയ്, നിൽക്കവിടെ. എങ്ങോട്ടാ ഈ കയറി പോകുന്നത്? ഇതൊരു ബാങ്കാണ്. അമ്പലപ്പറമ്പോ ധർമ്മസ്ഥാപനമോ ഒന്നുമല്ല. വല്ലതും കിട്ടണമെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി നിൽക്ക്. കണ്ടില്ലേ വലിയ വലിയ സാറുമാർ വരുന്നത്? മാധവ മേനോൻ ആ വാക്കുകൾ കേട്ട് ഒട്ടും പ്രകോപിതനായില്ല. അദ്ദേഹം വളരെ ശാന്തമായി വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മോനെ, എനിക്ക് ഈ ബാങ്കിനുള്ളിൽ ചെറിയൊരു ആവശ്യമുണ്ട്. അതിനായി വന്നതാണ്. എന്നെ ഒന്ന് കടത്തിവിടാമോ? വിക്രം പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചു. ആവശ്യമോ? നിന്നെപ്പോലുള്ളവർക്ക് ഇവിടെ എന്താവശ്യം? ഇവിടെ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ വേണം. പോ, ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം സ്ഥലം കാലിയാക്ക്. വലിയ സാറുമാർ വരുന്ന വഴിയാണിത്. നിങ്ങളുടെ ഈ കോലം കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. മാധവ മേനോൻ വീണ്ടും പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ ഒരു നേരിയ ചിരി വിടർന്നു. എനിക്ക് അക്കൗണ്ട് തുടങ്ങുകയല്ല വേണ്ടത് മോനെ. എനിക്ക് ഈ ബാങ്കിന്റെ മാനേജറെ ഒന്ന് കാണണം. അദ്ദേഹം വളരെ മൃദുവായി പറഞ്ഞു. ഇത് കേട്ട് വിക്രം വീണ്ടും ഉറക്കെ ചിരിച്ചുപോയി. മാനേജരെയോ? നിനക്കോ? എന്ത് തമാശയാടോ താനീ പറയുന്നത്? ബാങ്കിന്റെ മാനേജറെ കാണാൻ വലിയ വലിയ മുതലാളിമാർ പോലും ആഴ്ചകളോളം കാത്തു നിൽക്കാറുണ്ട്. അപ്പോഴാ ഒരു മുഷിഞ്ഞ വേഷക്കാരൻ വന്ന് മാനേജറെ കാണണമെന്ന് പറയുന്നത്? പോയി നിന്റെ പണി നോക്കികളവാ. അങ്ങോട്ട് മാറി നിൽക്ക്. അവരുടെ സംസാരം കേട്ട് ബാങ്കിലേക്ക് വരികയായിരുന്ന ചിലർ അവിടെ നിന്നു. ചിലർ മാധവ മേനോനെ പുച്ഛത്തോടെ നോക്കി. മറ്റു ചിലർ വിക്രമിന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചു. ആൾക്കൂട്ടത്തിന്റെ ഈ പരിഹാസം മുഴുവൻ ഏറ്റുവാങ്ങിയിട്ടും മാധവ മേനോന്റെ മുഖത്തെ ശാന്തതയ്ക്ക് ഒരു കോട്ടവും തട്ടിയില്ല. അദ്ദേഹം വിക്രമിനെ നോക്കി ഒന്നുകൂടി പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ കണ്ടേ തീരൂ. ഞാൻ അകത്തേക്ക് പോവുകയാണ്. വിക്രമൻ വീണ്ടും തടയാൻ ശ്രമിച്ചെങ്കിലും ആ വയോധികന്റെ കണ്ണുകളിലെ അസാധാരണമായ ദൃഢനിശ്ചയം കണ്ട് അയാൾക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാധവ മേനോൻ വളരെ സാവധാനം ബാങ്കിന്റെ വലിയ ചില്ലുവാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ബാങ്കിനുള്ളിലെ കാഴ്ച അതിഗംഭീരമായിരുന്നു. AC-യിൽ നിന്നുള്ള തണുത്ത കാറ്റ് അദ്ദേഹത്തെ എതിരേറ്റു. വില കൂടിയ പെർഫ്യൂമുകളുടെ ഗന്ധം അവിടെയാകെ നിറഞ്ഞു നിന്നിരുന്നു. പണമെണ്ണുന്ന യന്ത്രങ്ങളുടെ ശബ്ദവും ജീവനക്കാരുടെയും ഇടപാടുകാരുടെയും നേർത്ത സംസാരങ്ങളും അവിടെ മുഴങ്ങിക്കേട്ടു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇന്റീരിയർ, മനോഹരമായ പെയിന്റിങ്ങുകൾ, വലിയ സ്ക്രീനുകൾ, എല്ലാം കൊണ്ടും സമ്പന്നതയുടെ ഒരു ലോകമായിരുന്നു അത്. മാധവ മേനോൻ ചുറ്റും കണ്ണോടിച്ചു. അദ്ദേഹത്തിന്റെ വേഷം കണ്ട് ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്ന പലരുടെയും നെറ്റി ചുളിഞ്ഞു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം മുന്നോട്ട് നടന്നു. മുൻവശത്തെ പ്രധാന കൗണ്ടറുകളിൽ ഒന്നിൽ സീനിയർ ഓഫീസറായ രാധിക ഇരിക്കുന്നുണ്ടായിരുന്നു. വളരെ മിടുക്കിയും കാര്യപ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥയാണ് രാധിക. എന്നാൽ അവൾക്കൊരു വലിയ പോരായ്മ ഉണ്ടായിരുന്നു. ആളുകളെ അവരുടെ വസ്ത്രവും പണവും നോക്കി വിലയിരുത്തുന്ന പ്രകൃതം. വലിയ ഇടപാടുകാരോട് അങ്ങേയറ്റം വിനയത്തോടെ പെരുമാറുന്ന രാധിക സാധാരണക്കാരോട് വളരെ ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കാറുള്ളത്. അവൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കി എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് തന്റെ മുന്നിൽ നിൽക്കുന്ന വലിയൊരു ബിസിനസ്സുകാരനുമായി അവൾ
ചിരിച്ചു സംസാരിക്കുന്നുണ്ട്. മാധവ മേനോൻ സാവധാനം നടന്ന് രാധികയുടെ കൗണ്ടറിന് മുന്നിലെ വരിയിൽ അവസാനമായി പോയി നിന്നു. തന്റെ മുന്നിലുള്ള ഇടപാടുകാരുടെ കാര്യങ്ങൾ ഓരോന്നായി ചെയ്തു തീർത്ത് കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞാണ് തന്റെ മുന്നിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് രാധിക മനസ്സിലാക്കിയത്. കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുത്ത് മുന്നോട്ട് നോക്കിയ രാധിക തന്റെ മുന്നിൽ നിൽക്കുന്ന ആ പഴയ വേഷക്കാരനായ വയോധികനെ കണ്ടതും അവളുടെ മുഖത്ത് അനിഷ്ടം പ്രകടമായി. നെറ്റി ചുളിച്ചുകൊണ്ട് അല്പം കടുത്ത സ്വരത്തിൽ അവൾ ചോദിച്ചു, എന്ത് വേണം? ഇവിടെ എന്തിനാ വന്ന് നിൽക്കുന്നത്? ആർക്കെങ്കിലും പൈസ അടയ്ക്കാനാണെങ്കിൽ അതിന്റെ കൗണ്ടർ അങ്ങേയറ്റത്താണ്. മാധവ മേനോൻ തന്റെ തോളിലെ സഞ്ചി ഒന്നുകൂടി ശരിയാക്കി വെച്ചുകൊണ്ട് വളരെ വിനയത്തോടെ പറഞ്ഞു, മോളെ, എനിക്കിവിടെ പണം അടയ്ക്കാനില്ല. എനിക്ക് ഈ ബാങ്കിന്റെ മാനേജറെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. രാധികയ്ക്ക് അത് കേട്ടപ്പോൾ ദേഷ്യവും ചിരിയും ഒരുമിച്ചാണ് വന്നത്. അവൾ തന്റെ അടുത്ത സീറ്റിലിരിക്കുന്ന സഹപ്രവർത്തകയെ നോക്കി അർത്ഥഗർഭമായി ചിരിച്ചു. എന്നിട്ട് വീണ്ടും മാധവ മേനോന് നേരെ തിരിഞ്ഞു. മാനേജരെയോ? അതെന്തിനാണാവോ? ഇവിടെ വരുന്നവർക്കെല്ലാം മാനേജറെ കാണാനാണല്ലോ തിടുക്കം. മാനേജർ സാർ വളരെ തിരക്കിലാണ്. ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാടുകൾ നടക്കുന്ന സമയമാണിത്. നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് എന്നോട് പറ. വല്ല ലോണും ചോദിച്ചു വന്നതാണോ? അതോ പെൻഷൻ കാര്യം വല്ലതുമാണോ? അതോ മറ്റെന്തെങ്കിലും സഹായം ചോദിച്ചു വന്നതാണോ? അവളുടെ സ്വരത്തിൽ പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. അല്ല മോളെ, എന്റെ ആവശ്യം കുറച്ച് പ്രധാനപ്പെട്ടതാണ്. അത് മാനേജറോട് തന്നെ പറയണം. മാധവ മേനോൻ വളരെ ശാന്തമായി മറുപടി നൽകി. ഇത് കേട്ടതോടെ രാധികയുടെ നിയന്ത്രണം വിട്ടു. നോക്കൂ, എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. നിങ്ങളെ പോലുള്ളവരോട് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് സൗകര്യമില്ല. എല്ലാവർക്കും മാനേജറെ കാണണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. ഫോം പൂരിപ്പിക്കാനുണ്ടെങ്കിൽ അത് പൂരിപ്പിച്ചതാ, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക്. അവളൊരു വലിയ ഫോം എടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി. മാധവ മേനോൻ ആ ഫോം കയ്യിലെടുത്ത് ഒന്ന് നോക്കിയ ശേഷം തിരികെ വെച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, എന്റെ കാര്യം ഈ ഫോം കൊണ്ട് തീരുന്നതല്ല. മാനേജറെ ഒന്ന് കാണാൻ അനുവദിച്ചാൽ മാത്രം മതി. ഓഹോ, അത്രയ്ക്ക് വലിയ കാര്യമാണോ? എന്നാൽ പോയി അവിടെ എവിടെയെങ്കിലും ഇരിക്കും. മാനേജർക്ക് സമയം കിട്ടുമ്പോൾ നോക്കാം. വെറുതെ എന്റെ സമയം കളയാൻ ഓരോരുത്തർ വരും, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ആ വരിയിൽ നിന്നിരുന്ന മറ്റുള്ളവരും മാധവ മേനോനെ പുച്ഛത്തോടെ നോക്കി. മാധവ മേനോൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ചുറ്റും നോക്കി. ബാങ്കിന്റെ ഒരു മൂലയിൽ ഒരു പഴയ കസേര കിടക്കുന്നത് അദ്ദേഹം കണ്ടു. യാതൊരു പരാതിയുമില്ലാതെ, ആരോടും പരിഭവമില്ലാതെ അദ്ദേഹം സാവധാനം നടന്ന് ആ കസേരയിൽ ചെന്നിരുന്നു. കയ്യിലെ കുടയും സഞ്ചിയും മടിയിൽ വെച്ച് അദ്ദേഹം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിശബ്ദനായി നോക്കി കാണാൻ തുടങ്ങി. ആ ബാങ്കിലെ ജീവനക്കാർക്കും അവിടെ വന്ന സമ്പന്നരായ ഇടപാടുകാർക്കും അദ്ദേഹം വെറുമൊരു കാഴ്ചവസ്തു മാത്രമായിരുന്നു. എന്നാൽ അവർക്കൊരാൾക്കും അറിയില്ലായിരുന്നു ആ മൂലയിൽ ശാന്തനായിരിക്കുന്ന വയോധികൻ ആർക്കും സങ്കല്പിക്കാൻ പോലുമാകാത്ത ഒരു വലിയ കൊടുങ്കാറ്റാണ് ആ ബാങ്കിനുള്ളിൽ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന്. അദ്ദേഹത്തിന്റെ വരവ് ആ ബാങ്കിന്റെ ചരിത്രം തന്നെ തിരുത്തിയെഴുതാൻ പോവുകയാണെന്ന സത്യം ആ നിമിഷം കാലം മാത്രം അറിഞ്ഞിരുന്നു. ബാങ്കിന്റെ ആൾത്തിരക്കൊഴിഞ്ഞ ഒരു കോണിലെ പഴയൊരു പ്ലാസ്റ്റിക് കസേരയിൽ മാധവ മേനോൻ നിശബ്ദനായിരുന്നു. ചുറ്റും നടക്കുന്ന ബഹളങ്ങളോ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാടുകളോ അദ്ദേഹത്തെ ഒട്ടും സ്പർശിക്കുന്നില്ലെന്ന് തോന്നി. കയ്യിലുണ്ടായിരുന്ന പഴയ മരക്കുടയിൽ ഇരു കൈകളും ഊന്നി അതിനു മുകളിൽ താടിയും ചേർത്ത് അദ്ദേഹം ആ കാഴ്ചകൾ നോക്കി കാണുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരുവിധ കോപമോ അക്ഷമയോ ഉണ്ടായിരുന്നില്ല. മറിച്ച് അഗാധമായ ഒരു ശാന്തത അവിടെ കുടികൊള്ളുന്നുണ്ടായിരുന്നു. എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന ഒരു തപസ്വിയെ പോലെ, കാലത്തിന്റെ ഒഴുക്കിനെ നിസ്സംഗതയോടെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചക്കാരനെ പോലെ അദ്ദേഹം അവിടെ ഇരുന്നു. എന്നാൽ ആ ബാങ്കിലെ മറ്റുള്ളവർക്ക് അദ്ദേഹം തീർത്തും അപരിചിതനായ, അല്ലെങ്കിൽ അവിടെ ഒട്ടും ചേരാത്ത ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് തോന്നിയത്. ബാങ്കിലേക്ക് വരുന്നവരും പോകുന്നവരും ആ കോണിലേക്ക് അത്ഭുതത്തോടെയും പുച്ഛത്തോടെയും നോക്കുന്നുണ്ടായിരുന്നു. വില കൂടിയ സൂട്ടുകൾ ധരിച്ച ചിലർ അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. കണ്ടില്ലേ, വല്ല വാർദ്ധക്യകാല പെൻഷനും ചോദിച്ചു വന്നതായിരിക്കും. ഈ കോലത്തിൽ എങ്ങനെ ഇങ്ങോട്ട് വരാൻ ധൈര്യം വന്നാവോ? ഒരാൾ തന്റെ സുഹൃത്തിനോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പെൻഷനല്ല, ചിലപ്പോൾ വല്ല സൗജന്യ ലോണും ചോദിച്ചു വന്നതായിരിക്കും. ഈ ബാങ്കിന്റെയൊക്കെ ഒരു ഗതികേട്. സുഹൃത്തിന്റെ മറുപടി കേട്ട് രണ്ടുപേരും ഉച്ചത്തിൽ ചിരിച്ചു. മാധവ മേനോന്റെ കാതുകളിൽ ഈ പരിഹാസവാക്കുകൾ കൃത്യമായി പതിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ മുഖത്തെ നേരിയ പുഞ്ചിരിക്ക് ഒരു മങ്ങലുമേറ്റില്ല. ഏകദേശം അരമണിക്കൂർ പിന്നിട്ടു. മുൻവശത്തെ കൗണ്ടറിലിരുന്ന് ജോലി ചെയ്യുന്നതിനിടയിലും സീനിയർ ഓഫീസർ രാധികയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ആ കോണിലേക്ക് നീളുന്നുണ്ടായിരുന്നു. ആ വയോധികൻ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. തന്റെ അധികാരത്തെയും അഹങ്കാരത്തെയും അയാൾ ഈ ഇരിപ്പിലൂടെ വെല്ലുവിളിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഒടുവിൽ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ മാധവ മേനോന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്താണോ താൻ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? രാധിക അല്പം കടുത്ത ഭാഷയിൽ തന്നെ ചോദിച്ചു. മാധവ മേനോൻ വളരെ ശാന്തമായി മറുപടി നൽകി. മോളല്ലേ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞത്? മാനേജർക്ക് സമയം കിട്ടുമ്പോൾ കാണാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. രാധിക പരിഹാസത്തോടെ മുഖം കൂട്ടി. ഓഹോ, അപ്പം മാനേജറെ കാണാതെ പോവില്ല എന്നാണോ? നോക്കൂ, മാനേജർ വളരെ വലിയ തിരക്കിലാണ്. അദ്ദേഹത്തിന് നിങ്ങളെ പോലുള്ളവരെ കാണാൻ തീരെ സമയമില്ല. എന്തെങ്കിലും ചെറിയ കാര്യമാണെങ്കിൽ എന്നോട് പറ, അല്ലാതെ ഇവിടെ കുത്തിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്റെ ആവശ്യം അത്ര ചെറിയ കാര്യമല്ല മോളെ.
മാധവമേനോൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. അത് കേട്ട് രാധികയ്ക്ക് പിന്നെയും ചിരി വന്നു. അത്ര വലിയ കാര്യമാണോ? എന്താ, വല്ല കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്താനുണ്ടോ? അവൾ പരിഹാസത്തോടെ ചോദിച്ചു. മാധവമേനോൻ വീണ്ടും പുഞ്ചിരിച്ചു. ഏകദേശം അതുപോലെയൊക്കെ തന്നെ എന്ന് പറയാം. ഇത് കേട്ടതോടെ ചുറ്റും നിന്നിരുന്ന ആളുകൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. രാധികയ്ക്ക് വല്ലാത്ത അപമാനം തോന്നി. അവൾ ഉടനെ സെക്യൂരിറ്റി ഗാർഡ് വിക്രമിനെ വിളിച്ചു. വിക്രം, ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനിയും ഇവിടെ ഇരുന്ന് ശല്യമുണ്ടാക്കുകയാണെങ്കിൽ പിടിച്ച് പുറത്താക്കണം. ബാങ്കിൽ തിരക്ക് കൂടുകയാണ്. വിക്രമൻ അനുസരണയോടെ തലകുലുക്കി. മാധവമേനോൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് ബാങ്കിലെ ഒരു പ്യൂൺ അവിടെ എത്തി. ഹരി എന്നായിരുന്നു അവന്റെ പേര്. ആ വലിയ ബാങ്കിൽ പണത്തിന്റെ അഹങ്കാരം ബാധിക്കാത്ത ഒരേയൊരു ജീവനക്കാരൻ അവനായിരുന്നു. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വരുന്ന ഹരിക്ക് മനുഷ്യരുടെ സങ്കടങ്ങൾ നന്നായി മനസ്സിലാകുമായിരുന്നു. അവൻ പതുക്കെ മാധവമേനോന്റെ അടുത്തേക്ക് വന്നു. അപ്പാപ്പ, കുറെ നേരമായാലും ഇവിടെ വന്നിരിക്കുന്നു. ആരും ഒന്നും ചെയ്തു തന്നില്ലേ? ഹരി വളരെ സ്നേഹത്തോടെ ചോദിച്ചു. ആദ്യമായാണ് ആ ബാങ്കിൽ വെച്ച് ഒരാൾ തന്നോട് ഇത്രയും കരുണയോടെ സംസാരിക്കുന്നതെന്ന് മാധവമേനോന് തോന്നി. അദ്ദേഹം വാത്സല്യത്തോടെ പറഞ്ഞു, എനിക്ക് മാനേജർ ഒന്ന് കാണണം മോനെ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഹരിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത സഹതാപം തോന്നി. അവൻ ചുറ്റും നോക്കിയ ശേഷം പതുക്കെ പറഞ്ഞു, അപ്പാപ്പൻ വിഷമിക്കണ്ട, ഞാൻ പോയി മാനേജർ സാറിനോട് ഒന്ന് ചോദിച്ചു നോക്കാം. മാധവമേനോൻ ഹരിയുടെ തലയിൽ സ്നേഹത്തോടെ കൈവച്ച് അനുഗ്രഹിച്ചു. ദൈവം നിനക്ക് നല്ലത് വരുത്തും മോനെ. ഹരി നേരെ പോയത് ബാങ്ക് മാനേജർ പ്രമോദ് കുമാറിന്റെ ക്യാബിനിലേക്കാണ്. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ആ വലിയ ക്യാബിനുള്ളിൽ AC പൂർണ്ണമായും ഓൺ ചെയ്തിട്ടിരുന്നു. വില കൂടിയ ലെതർ കസേരയിൽ ചാരിയിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു പ്രമോദ് കുമാർ. അങ്ങേയറ്റം അഹങ്കാരിയും പണക്കാരെ മാത്രം ബഹുമാനിക്കുന്ന പ്രകൃതക്കാരനുമായിരുന്നു അയാൾ. ഹരി ഭയത്തോടെ വാതിൽ മുട്ടി അകത്തേക്ക് കയറി. സാർ, പുറത്തൊരു വയസ്സായ മനുഷ്യന് വന്നിരിപ്പുണ്ട്, സാറിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഹരി പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. പ്രമോദ് കുമാർ മുഖമുയർത്താതെ തന്നെ ചോദിച്ചു, ആര്? ഏത് വലിയ ഇടപാടുകാരനാ? അതല്ല സാർ, അതൊരു സാധാരണക്കാരനാ. ഒരു പഴയ മുണ്ടൊക്കെ ഉടുത്ത് കുറെ നേരമായി കാത്തിരിക്കുന്നു, ഹരി പറഞ്ഞൊപ്പിച്ചു. ഇതു കേട്ടതും പ്രമോദ് കുമാറിന്റെ മുഖം ചുവന്നു. അയാൾ ദേഷ്യത്തോടെ ഹരിക്ക് നേരെ തിരിഞ്ഞു. നിനക്കെന്താ ബുദ്ധിയില്ലേ ഹരി? ഈ ബാങ്കിൽ എത്ര കോടീശ്വരന്മാർ വരുന്നുണ്ട്, അവരെ കാണാൻ തന്നെ എനിക്ക് സമയമില്ല. അപ്പോഴാണ് വഴിയിൽ പോകുന്ന ഓരോരോ ഭിക്ഷക്കാരെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. പോയി അയാളെ പുറത്താക്കാൻ വിക്രമിനോട് പറ. ഹരി തലകുനിച്ച് നിശബ്ദനായി അവിടെ നിന്നും പുറത്തിറങ്ങി. അവൻ നേരെ മാധവമേനോന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ തന്നെ മാധവമേനോന് കാര്യം മനസ്സിലായിരുന്നു. മാനേജർ സാർ തിരക്കിലാണ് പാപ്പ, കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഹരി സങ്കടത്തോടെ പറഞ്ഞു. സാരമില്ല മോനെ, നീ ചോദിച്ചല്ലോ, അത് മതി. മാധവമേനോൻ ആശ്വസിപ്പിച്ചു. ഹരി ഉടനെ പോയി ഒരു ഗ്ലാസ്സിൽ കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം അത് സാവധാനം കുടിച്ചു. ഇത് കണ്ട രാധിക തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, കണ്ടില്ലേ, ആ കിളവൻ നമ്മുടെ പ്യൂണിനെ പാട്ടിലാക്കി. ഇതൊക്കെ ഇങ്ങനെയുള്ളവരുടെ തന്ത്രമാണ്. സമയം വീണ്ടും കടന്നുപോയി. ബാങ്കിന്റെ ഭിത്തിയിലുള്ള വലിയ ഘടികാരത്തിൽ സമയം 11:30 എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മണി മുഴങ്ങി. മാധവമേനോൻ ആ ഘടികാരത്തിലേക്ക് ഒന്നുകൂടി നോക്കി. 1.5 മണിക്കൂറോളമായി താൻ ഇവിടെ കാത്തിരിക്കുന്നു. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പതുക്കെ തന്റെ കുട കുത്തിപ്പിടിച്ച് എഴുന്നേറ്റു. തോളിൽ സഞ്ചി ഒന്നുകൂടി നേരെയിട്ടു. അപ്പാപ്പ പോവുകയാണോ? ഹരി ചോദിച്ചു. അല്ല മോനെ, ഇനി ഞാൻ തന്നെ നേരിട്ട് പോയി മാനേജരെ കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് മാധവമേനോൻ ദൃഢമായ കാൽവെപ്പുകളോടെ മാനേജറുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ഇത് കണ്ട് ചുറ്റുമുള്ളവർ അമ്പരന്നു. അങ്ങോട്ട് പോകാൻ പാടില്ല, രാധിക ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പിന്നാലെ ഓടി. പക്ഷെ അപ്പോഴേക്കും മാധവമേനോൻ ആ ഗ്ലാസ് ക്യാബിന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം പോലും മടിച്ചു നിൽക്കാതെ അദ്ദേഹം ആ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. തന്റെ ക്യാബിനിലേക്ക് അനുവാദമില്ലാതെ കയറി വന്ന ആ വേശ്യക്കാരനെ കണ്ട് മാനേജർ പ്രമോദ് കുമാർ ഞെട്ടിത്തരിച്ചുപോയി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു ഊഹവുമില്ലായിരുന്നു. തണുത്തുറഞ്ഞ ആ ഗ്ലാസ് ക്യാബിന്റെ വാതിൽ സാവധാനം തുറക്കപ്പെട്ടപ്പോൾ വില കൂടിയ ലെതർ കസേരയിൽ ചാരിയിരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന മാനേജർ പ്രമോദ് കുമാർ അനിഷ്ടത്തോടെ മുഖമുയർത്തി. തന്റെ മുന്നിൽ നിൽക്കുന്ന രൂപം കണ്ട് ഒരു നിമിഷം അയാൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മുഷിഞ്ഞ കസവുമുണ്ട് പഴയൊരു ഷർട്ടും ധരിച്ച് തോളിലൊരു തുണിസഞ്ചിയും കയ്യിലൊരു മരക്കുടയുമായി ഒരു വൃദ്ധൻ. ആ വലിയ ബാങ്കിന്റെ പ്രൗഢിക്കും ആഡംബരത്തിനും ഒട്ടും ഇണങ്ങാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. പ്രമോദ് കുമാറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാളുടെ നെറ്റിയിൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ആരാടോ താൻ? ഒരു അനുവാദവുമില്ലാതെ എന്റെ ക്യാബിനിലേക്ക് കയറി വരാൻ തനിക്ക് എത്രത്തോളം ധൈര്യമുണ്ട്? ഇതൊരു ബാങ്കാണോ അതോ വല്ല ചന്തയുമാണോ? പ്രമോദ് കുമാർ അലറിക്കൊണ്ട് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതേസമയം കിതച്ചുകൊണ്ട് രാധികയും ക്യാബിനിലേക്ക് ഓടിയെത്തി. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. ക്ഷമിക്കണം സാർ, ഞാൻ ഇയാളെ പുറത്തു തടഞ്ഞു നിർത്തിയതാണ്. ഒരുപാട് തവണ പറഞ്ഞതാണ് സാർ തിരക്കിലാണെന്ന്. പക്ഷേ ഇയാൾ ആരുടെയും വാക്ക് കേൾക്കാതെ ബലമായി ഇങ്ങോട്ട് കയറി വന്നതാണ്. രാധിക മാനേജറോട് കെഞ്ചി. മാധവമേനോൻ ഈ ബഹളങ്ങൾക്കിടയിലും അങ്ങേയറ്റം ശാന്തനായിരുന്നു. പ്രമോദ് കുമാറിന്റെ ക്രോധമോ രാധികയുടെ പരിഭ്രമമോ അദ്ദേഹത്തെ തെല്ലും ബാധിച്ചില്ല. ആ വലിയ മേശയ്ക്ക് മുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിന്നുകൊണ്ട് അദ്ദേഹം വളരെ മൃദുവായി പറഞ്ഞു, മോനെ,
കഴിഞ്ഞ 1.5 മണിക്കൂറായി ഞാൻ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. നിന്നെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കാൻ എനിക്ക് വളരെ അത്യാവശ്യമുണ്ടായിരുന്നു. ആരും അതിനെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. പ്രമോദ് കുമാർ പുച്ഛത്തോടെ ചിരിച്ചു. എന്നെ കണ്ട് സംസാരിക്കാനോ? തനിക്ക് എന്താണോ വട്ടാണോ? ഇവിടെയുള്ള വലിയ വലിയ ബിസിനസ്സുകാർക്ക് പോലും എന്നെ കാണാൻ അപ്പോയിന്റ്മെന്റ് വേണം. അപ്പോഴാണ് വഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഓരോരുത്തർ. എനിക്ക് തന്റെയൊന്നും കഥകൾ കേൾക്കാൻ ഇവിടെ സമയമില്ല. രാധികെ, സെക്യൂരിറ്റിയെ വിളിച്ച് ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറ. വെറും 2 മിനിറ്റ്, മാധവമേനോൻ ശാന്തമായ സ്വരത്തിൽ ഇടപെട്ടു. എനിക്ക് സംസാരിക്കാൻ വെറും 2 മിനിറ്റ് മാത്രം മതി. അതിനുശേഷം ഞാൻ തന്നെ പോയിക്കോളാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ തോളിൽ കിടന്നിരുന്ന ആ പഴയ തുണിസഞ്ചി സാവധാനം തുറന്നു. അതിൽ നിന്നും അല്പം കട്ടിയുള്ള ഒരു ബ്രൗൺ കവർ അദ്ദേഹം പുറത്തെടുത്തു. എന്നിട്ട് ആ വലിയ മേശയുടെ മധ്യത്തിലേക്ക് ആ കവർ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കവറിലുള്ള കടലാസുകൾ നീ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ എല്ലാം ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല. പ്രമോദ് കുമാർ ആ കവറിലേക്ക് പുച്ഛത്തോടെ ഒന്ന് നോക്കി. പിന്നെ മാധവമേനോന്റെ മുഖത്തേക്കും. അയാളുടെ ചുണ്ടുകളിൽ പരിഹാസത്തിന് ഒരു ചിരി വിടർന്നു. എന്താണോ ഇതിൽ? വല്ല ലോണിന്റെ അപേക്ഷയുമാണോ? അതോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിന് എന്റെ ഒപ്പ് വേണോ? നോക്കൂ, എനിക്ക് ആളുകളെ കണ്ടാൽ അറിയാം. നിങ്ങളെ പോലുള്ളവർ ഇന്നും ഈ ബാങ്കിൽ വരാറുണ്ട്. വലിയ വലിയ കഥകൾ പറയും. പക്ഷെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും ഉണ്ടാകില്ല. എന്റെ വിലപ്പെട്ട സമയം കളയാതെ ആ കവറും എടുത്ത് ഇറങ്ങി പോകാൻ നോക്കൂ. ക്യാബിന്റെ വാതിലേക്ക് നിന്നിരുന്ന രാധിക ഈ വാക്കുകൾ കേട്ട് പരിഹാസത്തോടെ ചിരിച്ചു. അവൾക്ക് മാനേജറുടെ ആ പെരുമാറ്റം വലിയ സന്തോഷമാണ് നൽകിയത്. മാധവമേനോൻ ആ കവർ തിരിച്ചെടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പ്രമോദ് കുമാറിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ, പുറമേ കാണുന്നതൊന്നുമല്ല എപ്പോഴും സത്യം. നമ്മൾ കാണുന്ന വേഷങ്ങളോ ആഡംബരങ്ങളോ അല്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥ വില നിശ്ചയിക്കുന്നത്. ഒരു നോക്ക്, വെറും ഒരു നോക്ക് ആ കടലാസുകളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നിന്റെ ഈ അഹങ്കാരം അവസാനിക്കുമായിരുന്നു. എനിക്ക് വേറെ പണിയുണ്ട് കിളവാ. തന്റെ തത്വശാസ്ത്രം കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇറങ്ങിപ്പോടോ പുറത്ത്. പ്രമോദ് കുമാർ വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു. മാധവമേനോൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അവരോടുള്ള ദേഷ്യത്തെക്കാൾ ഉപരി വല്ലാത്തൊരു സഹതാപമാണ് നിഴലിച്ചിരുന്നത്. ശരി, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം. ഇന്ന് ഈ ബാങ്കിൽ നടന്ന കാര്യങ്ങൾക്ക് വളരെ വലിയൊരു വില നീ കൊടുക്കേണ്ടി വരും. അതിന്റെ പ്രത്യാഘാതം നിന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മേശപ്പുറത്ത് വെച്ച കവർ അവിടെ തന്നെ ഉപേക്ഷിച്ച് തന്റെ കുടയും സഞ്ചിയും എടുത്ത് സാവധാനം തിരിഞ്ഞു നടന്നു. ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങിയ മാധവമേനോനെ ബാങ്കിലുള്ള എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ചിലർ അടക്കം പറഞ്ഞു ചിരിച്ചു. അദ്ദേഹം ആരെയും തിരിഞ്ഞു നോക്കാതെ ആ ഗ്ലാസ് വാതിലുകൾ കടന്ന് ബാങ്കിന് പുറത്തെ വെയിലിലേക്ക് നടന്നിറങ്ങി മറഞ്ഞു. രാധിക ആശ്വാസത്തോടെ തന്റെ സീറ്റിലേക്ക് മടങ്ങിപ്പോയി. അവസാനം ആ ശല്യം ഒഴിഞ്ഞു. അവൾ സഹപ്രവർത്തകരോട് പറഞ്ഞു ചിരിച്ചു. എന്നാൽ ബാങ്കിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അവിടെ അവസാനിച്ചിരുന്നില്ല. മാനേജറുടെ മേശപ്പുറത്ത് മാധവമേനോൻ വെച്ച ആ ബ്രൗൺ കവർ ആരും ശ്രദ്ധിക്കാതെ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാനേജറുടെ ക്യാബിനിലെ കാലിയായ ചായക്കപ്പുകൾ എടുക്കാനായി പ്യൂൺ ഹരി അങ്ങോട്ടേക്ക് വന്നു. അവന്റെ കണ്ണുകൾ മേശപ്പുറത്തിരിക്കുന്ന ആ കവറിലുടക്കി. ഇത് ആ പാവം അപ്പാപ്പൻ കൊണ്ടുവന്ന കവറല്ലേ എന്ന് അവൻ ഓർത്തു. സാർ, ഈ കവർ? ഹരി ഭയത്തോട് ചോദിച്ചു. പ്രമോദ് കുമാർ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ അലക്ഷ്യമായി പറഞ്ഞു, ആ ഭ്രാന്തൻ കിളവൻ വെച്ചിട്ട് പോയതാ. അതെടുത്ത് ചവറ്റുകുട്ടിയിൽ കളഞ്ഞേക്ക് ഹരി. ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ മേശപ്പുറത്ത് വെക്കാൻ എനിക്കിഷ്ടമല്ല. ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ആ കവർ കയ്യിലെടുത്തു. അത് ചവറ്റുകുട്ടിയിൽ കളയാൻ ഒരുങ്ങിയ അവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് തോന്നി. ആ അപ്പാപ്പൻ അത്രത്തോളം കാത്തിരുന്ന് ഈ കവർ കൊടുക്കണമെങ്കിൽ ഇതിലെന്തോ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവില്ലേ? അവന്റെ ഉള്ളിലെ ആകാംക്ഷ അവനെ കീഴ്പ്പെടുത്തി. ക്യാബിന്റെ ഒരു മൂലയ്ക്ക് മാറി നിന്നുകൊണ്ട് ഹരി ആ കവർ പതുക്കെ തുറന്നു. അതിൽ നിന്നും കുറച്ച് കടലാസുകൾ അവൻ പുറത്തെടുത്തു. ആദ്യത്തെ പേപ്പറിൽ ബാങ്കിന്റെ വലിയ ലോഗോ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഹരിയുടെ നെഞ്ചിടിപ്പ് കൂടി. അവൻ താഴേക്ക് വായിക്കാൻ തുടങ്ങി. വായിക്കും തോറും അവന്റെ കണ്ണുകൾ വിടർന്നു. ശ്വാസം വേഗത്തിലായി. കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. രണ്ടാമത്തെയും മൂന്നാമത്തെയും പേപ്പറുകൾ അവൻ ധൃതിയിൽ മറിച്ചു നോക്കി. അവന്റെ തലച്ചോറിലേക്ക് ഇരച്ചു കയറിയ ആ സത്യം ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ അവൻ ആ കടലാസുകളിലേക്ക് തന്നെ നോക്കി തറച്ചു നിന്നു. കാരണം ആ കടലാസുകളിൽ രേഖപ്പെടുത്തിയിരുന്ന സത്യം ആ ബാങ്കിന്റെ അടിത്തറ തന്നെ ഇളക്കാൻ പോകുന്നതായിരുന്നു. ആ അപ്പാപ്പൻ ആരായിരുന്നു എന്ന സത്യം ഇനി അവിടെ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ആദ്യത്തെ ഇടിമുഴക്കമായിരുന്നു. ഹരിയുടെ കൈകളിലിരുന്ന് ആ കടലാസുകൾ കാറ്റിലെന്ന പോലെ വിറച്ചു. അവന്റെ കണ്ണുകൾ അക്ഷരങ്ങളിലൂടെ വീണ്ടും വീണ്ടും സഞ്ചരിച്ചു. സുവർണ ഗ്ലോബൽ ബാങ്ക് ലിമിറ്റഡ് എന്ന ആ വലിയ അക്ഷരങ്ങൾക്ക് താഴെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഔദ്യോഗിക രേഖകളായിരുന്നു അത്. താഴെ വ്യക്തമായ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്ഥാപകൻ, ഭൂരിഭാഗം ഓഹരികളുടെയും ഉടമ ശ്രീ മാധവമേനോൻ. ഒരല്പം മുമ്പ് ആർക്കും വേണ്ടാതെ ഒരു യാചകനെ പോലെ അപമാനിക്കപ്പെട്ട് പടിയിറങ്ങിപ്പോയ ആ വയോധികനാണ് ഈ ബാങ്കിന്റെ അസ്ഥിവാരം പാകിയതെന്നും ഈ കാണുന്ന കോടികളുടെ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശിയെന്നും വിശ്വസിക്കാൻ ഹരിക്ക് കഴിഞ്ഞില്ല. അവന്റെ ഹൃദയമിടിപ്പ് ചെവികളിൽ വൻ മുഴക്കമായി കേട്ടു. ഒരു പ്യൂണായ താൻ കൊടുത്ത ഒരു ഗ്ലാസ് പച്ചവെള്ളം വാങ്ങി കുടിച്ച, തന്നെ വാത്സല്യത്തോടെ അനുഗ്രഹിച്ച ആ വലിയ മനുഷ്യന്റെ യഥാർത്ഥ രൂപം അവനെ വല്ലാതെ അമ്പരപ്പിച്ചു. ഒരു വലിയ മല തനിക്ക് മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ അവൻ സ്തംഭിച്ചു നിന്നു. ഹേയ് ഹരി, നീ എന്താ ഇവിടെ തറച്ചു നിൽക്കുന്നത്? അത് ചവറ്റുകുടയിൽ കളയാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ മാനേജർ പ്രമോദ് കുമാർ അലറി. മാനേജറുടെ ആക്രോശം കേട്ട് ഹരി ഞെട്ടി വിറച്ചു. അവൻ മെല്ലെ മാനേജറുടെ മേശക്കരികിലേക്ക് നടന്നു. സാർ, ഈ കടലാസുകൾ
അവന്റെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. എന്താടാ, നിനക്ക് ചെവി കേൾക്കില്ലേ? ദേഷ്യത്തോടെ മുഖമുയർത്തിയ പ്രമോദ് കുമാറിന്റെ നേർക്ക് വിറയ്ക്കുന്ന കൈകളോടെ ഹരി ആ കടലാസുകൾ നീട്ടി. സാർ, ഇതൊന്ന് നോക്കണം. ആ അപ്പാപ്പൻ പ്രമോദ് കുമാർ ദേഷ്യത്തോടെ ആ കടലാസുകൾ ഹരിയുടെ കയ്യിൽ നിന്ന് വലിച്ചു വാങ്ങി. നിനക്കും ആ കിളവന്റെ സൂക്കേട് പിടിച്ചോ? ഇതിൽ എന്താണാവോ ഇത്ര വലിയ കാര്യം? അയാൾ പരിഹാസത്തോടെ ആദ്യത്തെ പേജിലേക്ക് കണ്ണോടിച്ചു. എന്നാൽ പെട്ടെന്ന് അയാളുടെ പുരികങ്ങൾ ചുളിഞ്ഞു. മുഖത്തെ ദേഷ്യം മാറി അവിടെ ഒരു അമ്പരപ്പ് നിറഞ്ഞു. കണ്ണുകൾ വേഗത്തിൽ വരികളിലൂടെ താഴേക്ക് നീങ്ങി. രണ്ടാമത്തെ പേജ് മറിക്കുമ്പോഴേക്കും അയാളുടെ ശ്വാസഗതി വേഗത്തിലായി തുടങ്ങിയിരുന്നു. മുഖത്തെ രക്തയോട്ടം നിലച്ചതുപോലെ അയാൾ വിളറി വെളുത്തു. മൂന്നാമത്തെ പേജിലെ ആ വലിയ അക്ഷരങ്ങൾ, മാധവ മേനോൻ, ചെയർമാൻ ആൻഡ് ഫൗണ്ടർ. അയാളുടെ കണ്ണുകളിലേക്ക് തീ കോരിയിട്ടു. ഇത് വ്യാജമാണ്. അങ്ങനെ ഒരു ഭിക്ഷക്കാരൻ പ്രമോദ് കുമാർ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബാങ്കിന്റെ ഔദ്യോഗിക സീലും നിയമപരമായ രേഖകളുടെ സൂക്ഷ്മതയും ആ കടലാസുകൾ വ്യാജമല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അയാളുടെ കൈകൾ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. തന്റെ മുന്നിൽ നിന്നിരുന്ന ആ വയോധികന്റെ ശാന്തമായ മുഖം പ്രമോദ് കുമാറിന്റെ ഓർമ്മകളിലേക്ക് ഇരച്ചു കയറി. ഇന്ന് ഈ ബാങ്കിൽ നടന്ന കാര്യങ്ങൾക്ക് വളരെ വലിയൊരു വില നീ കൊടുക്കേണ്ടി വരും. ആ വാക്കുകൾ ഒരു ശാപം പോലെ ആ ശീതീകരിച്ച മുറിക്കുള്ളിൽ മുഴങ്ങുന്നതായി അയാൾക്ക് തോന്നി. താൻ ഇറക്കി വിട്ടത് വെറുമൊരു സാധാരണക്കാരനെയല്ല, മറിച്ച് തന്റെ തലവരെ മാറ്റിയെഴുതാൻ കഴിവുള്ള ഈ ബാങ്കിന്റെ സർവാധികാരിയെയാണ് എന്ന തിരിച്ചറിവ് അയാളെ തളർത്തി കളഞ്ഞു. കസേരയിലേക്ക് തളർന്നിരുന്ന അയാളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. AC പൂർണ്ണമായി പ്രവർത്തിച്ചിട്ടും അയാൾക്ക് വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടു. അതേസമയം മാനേജറുടെ ക്യാബിനിൽ എന്തോ ഒരു അസാധാരണത്വം അനുഭവപ്പെട്ട രാധിക അങ്ങോട്ടേക്ക് കടന്നു വന്നു. സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചു. പ്രമോദ് കുമാർ ഉത്തരം പറയാതെ വിറയ്ക്കുന്ന കൈകളോടെ ആ കടലാസുകൾ അവൾക്ക് നേരെ നീട്ടി. രാധിക അത് വാങ്ങി വായിക്കാൻ തുടങ്ങി. ആദ്യത്തെ ചില വരികൾ വായിച്ചപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അവൾക്ക് ചുറ്റും ലോകം കറങ്ങുന്നത് പോലെ തോന്നി. സാർ, അപ്പോൾ ആ വയസ്സൻ, ആ വേഷം, അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അതേ രാധികെ, നമ്മൾ ഇത്രയും നേരം പുച്ഛിച്ചതും പുറത്താക്കാൻ ശ്രമിച്ചതും നമ്മുടെ ബാങ്കിന്റെ യഥാർത്ഥ മുതലാളിയെയാണ്. പ്രമോദ് കുമാറിന്റെ ശബ്ദം നേർത്തിരുന്നു. ആ വാക്കുകളിൽ അയാളുടെ സർവാധികാരവും അഹങ്കാരവും ചോർന്നുപോയിരുന്നു. രാധികയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. താൻ അയാളോട് പറഞ്ഞ ഓരോ വാക്കുകളും അവൾ ഓർത്തെടുത്തു. ഫോം പൂരിപ്പിക്കാൻ താ, അങ്ങോട്ട് മാറി നിൽക്കും ഭിക്ഷക്കാരൻ. ഈശ്വര, താൻ എന്താണ് ചെയ്തു വെച്ചത്? താൻ മാത്രമല്ല, ഈ ബാങ്കിലെ ഒട്ടുമിക്ക ജീവനക്കാരും അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിച്ചു. ഈ ബാങ്കിന്റെ അധിപനായ മനുഷ്യനെ, ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആ വലിയ മനുഷ്യനെ വെറുമൊരു തെരുവുയാചകനെ പോലെയാണ് തങ്ങൾ കൈകാര്യം ചെയ്തത്. തന്റെ ജോലി തന്നെ അപകടത്തിലാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഹരി അപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവന് മാത്രം ഭയമുണ്ടായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം തിരിച്ചറിഞ്ഞതിന്റെ ഒരു അത്ഭുതമായിരുന്നു അവന്റെ മുഖത്ത്. ബാങ്കിന്റെ പ്യൂൺ മാത്രമായ താൻ കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളമാണ് ആ മുതലാളി കുടിച്ചത് എന്നോർത്തപ്പോൾ അവനൊരു വല്ലാത്ത അഭിമാനം തോന്നി. മാനേജറുടെയും രാധികയുടെയും മുഖത്തെ ഭയം കണ്ട് അവന് സഹതാപം തോന്നി. പണവും പദവിയും മനുഷ്യനെ എത്രമാത്രം അന്ധരാക്കുന്നു എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. ആ വലിയ ഗ്ലാസ് വാതിലിന് പുറത്ത് ബാങ്കിന്റെ പതിവ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ മാനേജറുടെ ക്യാമ്പിലെ ഈ അസാധാരണമായ മൗനവും പരിഭ്രാന്തിയും പതിയെ പുറത്തേക്കും കിനിഞ്ഞിറങ്ങാൻ തുടങ്ങി. രാധിക വിറയ്ക്കുന്ന കാലുകളോടെ ക്യാബിൽ നിന്നും പുറത്തിറങ്ങി തന്റെ സീറ്റിലേക്ക് നടന്നു. അവളുടെ മുഖത്തെ വിളർച്ച കണ്ട് സഹപ്രവർത്തകർ കാര്യം എന്താണെന്ന് തിരക്കി. അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ആ നടുക്കുന്ന സത്യം അവരോട് പറഞ്ഞു. അധികം വൈകാതെ ആ വാർത്ത ബാങ്കിലെ ഓരോ ജീവനക്കാരിലേക്കും കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരുടെയും മുഖത്ത് മരണഭയം നിഴലിച്ചു. തങ്ങൾ കളിയാക്കി ചിരിച്ച ആ നിമിഷങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് ഒരു പേടി സ്വപ്നം പോലെ കടന്നു വന്നു. ആ വലിയ ബാങ്കിനുള്ളിലെ AC-യുടെ തണുപ്പ് പെട്ടെന്ന് ഒരു ശവപ്പറമ്പിലെ തണുപ്പായി അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഉച്ചയ്ക്ക് 12 മണിയോടെടുക്കുന്നു. സമയം ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ എല്ലാവർക്കും തോന്നി. തങ്ങൾ ചെയ്ത വലിയ തെറ്റിനുള്ള ശിക്ഷ എന്തായിരിക്കും? ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും? ആർക്കും ഒരു ഉത്തരവുമില്ലായിരുന്നു. ഇനി തങ്ങളുടെ ഭാവി എന്താകുമെന്നോ അറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു ആ ബാങ്കിലെ ഓരോ ജീവനക്കാരും. വലിയൊരു കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള ഭയാനകമായ ഒരു നിശബ്ദത ആ ബാങ്കിനെയാകെ വിഴുങ്ങിയിരുന്നു. ബാങ്കിനുള്ളിലെ ഓരോ നിമിഷവും ഒരു യുഗം പോലെയാണ് കടന്നുപോയത്. ശീതീകരിച്ച ആ വലിയ കെട്ടിടത്തിനുള്ളിൽ അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത് പണത്തിന്റെ ഗന്ധമായിരുന്നില്ല, മറിച്ച് ഭയത്തിന്റെ വിയർപ്പ് ഗന്ധമായിരുന്നു. മാനേജർ പ്രമോദ് കുമാർ തന്റെ ക്യാബിനിൽ തലയിൽ കൈവച്ച് തളർന്നിരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന ഫോൺ എപ്പോഴാണ് മുഴങ്ങുക എന്നോർത്ത് അയാളുടെ ഹൃദയം പടപടാമിടിച്ചു. പുറത്ത് കൗണ്ടറിൽ ഇരുന്ന രാധികയുടെ കൈകൾ കീബോർഡിൽ അമർത്താൻ കഴിയാത്ത വിധം വിറയ്ക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ അപമാനിച്ചിറക്കി വിട്ടത് ഈ ബാങ്കിന്റെ ജീവനാഡിയായ മനുഷ്യനെയാണെന്ന സത്യം അവരുടെ അഹങ്കാരത്തിന്റെ കോട്ടകളെ നിമിഷങ്ങൾക്കുള്ളിൽ തകർത്ത് കളഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12:30 കഴിഞ്ഞപ്പോൾ ബാങ്കിന് പുറത്ത് അസാധാരണമായ ഒരു ബഹളം കേട്ടു. പ്രധാന കവാടത്തിൽ കാവൽ നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡ് വിക്രം പരിഭ്രാന്തിയോടെ അകത്തേക്ക് ഓടി വന്നു. ശ്വാസം കിട്ടാതെ കിതച്ചുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു. സാർ, പുറത്ത് വലിയ കാറുകൾ വന്നിരിക്കുന്നു. ബോർഡ് മെമ്പർമാരുടെ വണ്ടികളാണ്. ആ വാക്കുകൾ കേട്ടതും പ്രമോദ് കുമാർ കസേരയിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. അയാളുടെ കാലുകൾക്ക് സ്വന്തം ശരീരഭാരം താങ്ങാൻ കഴിയുന്നില്ലെന്ന് തോന്നി. അയാൾ വേച്ച് ക്യാബിന് പുറത്തേക്ക് വന്നു. രാധികയും മറ്റു ജീവനക്കാരും ശ്വാസമടക്കി പിടിച്ച് പ്രധാന വാതിലേക്ക് നോക്കി നിന്നു.
ബാങ്കിലുണ്ടായിരുന്ന ഇടപാടുകാരും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അമ്പരന്നു. പുറത്തു വന്നിറങ്ങിയ ആഡംബര കാറുകളിൽ നിന്നും ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി പുറത്തിറങ്ങി. അവർ വളരെ ബഹുമാനത്തോടെ നടുവിലുള്ള കാറിന്റെ വാതിൽ തുറന്നു പിടിച്ചു. അതിൽ നിന്നും അയാൾ പുറത്തിറങ്ങി. ശ്രീ മാധവ മേനോൻ. അതെ, നിറം മങ്ങിയ ആ മുണ്ടും ഉഷിഞ്ഞ ഷർട്ടും തോളിൽ തുണിസഞ്ചിയും തന്നെയായിരുന്നു വേഷം. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നത് ഒരു സാധാരണക്കാരന്റെ നിസ്സഹായതയായിരുന്നില്ല, മറിച്ച് ആയിരക്കണക്കിന് കോടികളുടെ ആസ്തിയുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ അധിപന്റെ ഗാംഭീര്യമായിരുന്നു. ചൂട്ടും ബൂട്ടും ധരിച്ച ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് പിന്നിൽ കൈകെട്ടി നിന്നു. മാധവ മേനോൻ സാവധാനം ബാങ്കിന്റെ പടവുകൾ കയറി അകത്തേക്ക് പ്രവേശിച്ചു. വിക്രം ഭയത്തോടെ സല്യൂട്ട് അടിച്ചുകൊണ്ട് ഒരു വശത്തേക്ക് മാറി നിന്നു. പൂർണ്ണമായ നിശബ്ദത ബാങ്കിനെ ഗ്രസിച്ചു. സൂചി വീണാൻ കേൾക്കാവുന്ന ആ നിശബ്ദതയിൽ മാധവ മേനോന്റെ ചെരുപ്പുകളുടെ ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. അദ്ദേഹം നേരെ നടന്നത് പ്രമോദ് കുമാറിനും രാധികയ്ക്കും മുന്നിലേക്കാണ്. അവർ രണ്ടുപേരും കുറ്റവാളികളെ പോലെ തലകുനിച്ചു നിന്നു. പ്രമോദ് കുമാറിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. സാർ, എന്നോട് ക്ഷമിക്കണം, പ്രമോദ് കുമാർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് അങ്ങയെ മനസ്സിലായില്ല. മാധവ മേനോൻ വളരെ ശാന്തമായി, എന്നാൽ അങ്ങേയറ്റം ദൃഢതയോടെ പറഞ്ഞു. നിനക്ക് എന്നെയല്ല മനസ്സിലാകാതെ പോയത് പ്രമോദ്, ഒരു മനുഷ്യനെയാണ്. വസ്ത്രവും ബാങ്ക് ബാലൻസും നോക്കി ആളുകളെ അളക്കുന്ന നിന്നെ പോലുള്ളവർ എങ്ങനെയാണ് ഈ സ്ഥാപനം നടത്തുക? ഈ ബാങ്ക് ഞാൻ പടുത്തുയർത്തിയത് വെറും പണമുണ്ടാക്കാൻ മാത്രമല്ല, സാധാരണക്കാരന് ആശ്രയമാകാൻ കൂടിയാണ്. ഇന്ന് ഞാൻ ഒരു സാധാരണക്കാരന്റെ രൂപത്തിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ചത് അപമാനവും പരിഹാസവും മാത്രമാണ്. ഞാനല്ല, ഈ ബാങ്കിൽ വരുന്ന യഥാർത്ഥ ആവശ്യക്കാരനായ ഒരു പാവപ്പെട്ടവനായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിൽ അവന്റെ ഗതി എന്താകുമായിരുന്നു? ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി പ്രമോദ് കുമാറും രാധികയും നിന്നു. രാധികയുടെ മുഖം നാണക്കേട് കൊണ്ട് വിളറി വെളുത്തിരുന്നു. മാധവ മേനോൻ കൂടെ വന്ന ഡയറക്ട് ബോർഡ് അംഗങ്ങളിൽ ഒരാളെ നോക്കി. അദ്ദേഹം മുന്നോട്ട് വന്ന് ഒരു ഫയൽ തുറന്നുകൊണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ഈ ബ്രാഞ്ചിന്റെ മാനേജർ സ്ഥാനത്ത് നിന്ന് ശ്രീ പ്രമോദ് കുമാറിനെ നീക്കം ചെയ്തിരിക്കുന്നു. ഉപഭോക്താക്കളുടെ അപമര്യാദയായി പെരുമാറിയതിന് ശ്രീമതി രാധികയ്ക്ക് കർശനമായ താക്കീത് നൽകുന്നു. ഇനിയൊരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതായിരിക്കും. പ്രമോദ് കുമാർ തളർന്ന് തറയിലേക്ക് ഊർന്നിറങ്ങി. തന്റെ അഹങ്കാരം തനിക്ക് വരുത്തിവെച്ച വിനയോർത്ത് അയാൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ മാധവ മേനോന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചുറ്റുനിന്ന ജീവനക്കാരെ നോക്കി പറഞ്ഞു. പണം എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം, എന്നാൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ നാം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിന് പിന്നിൽ പതുങ്ങി നിന്നിരുന്ന പ്യൂൺ ഹരിയെ തിരഞ്ഞു. ഹരി, മോനെ, ഇങ്ങോട്ട് വരൂ, അദ്ദേഹം വാത്സല്യത്തോടെ വിളിച്ചു. ഭയത്തോടെയും എന്നാൽ അതിയായ ആദരവോടെയും ഹരി മുന്നോട്ട് വന്നു. മാധവ മേനോൻ അവന്റെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചു. ഈ വലിയ കെട്ടിടത്തിൽ മനുഷ്യത്വം അവശേഷിക്കുന്നത് ഇവനിൽ മാത്രമാണ്. വില കൂടിയ വസ്ത്രങ്ങളോ വലിയ പദവികളോ ഇല്ലെങ്കിലും ഇവന്റെ ഹൃദയം ഇന്നേക്കാളൊക്കെ എത്രയോ വലുതാണ്. ദാഹിച്ചു വന്ന ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം നൽകാൻ ഇവന് മാത്രമേ തയ്യാറായുള്ളൂ. തുടർന്ന് അദ്ദേഹം കൂടെയുള്ള ഉദ്യോഗസ്ഥരോടായി പറഞ്ഞു. ഹരിക്ക് തുടർന്ന് പഠിക്കാനുള്ള എല്ലാ ചെലവും ബാങ്ക് വഹിക്കണം. പഠനം പൂർത്തിയാകുമ്പോൾ ഈ ബാങ്കിൽ തന്നെ അവനൊരു ഓഫീസറായി ജോലി നൽകുകയും വേണം. പദവികൾ അലങ്കരിക്കേണ്ടത് ഇവനെ പോലെ ഹൃദയത്തിൽ കരുണയുള്ളവരാണ്. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കുനിഞ്ഞ് ആ വലിയ മനുഷ്യന്റെ കാൽക്കൽ തൊട്ട് വന്ദിച്ചു. മാധവ മേനോൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ചു. ബാങ്കിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ തുറപ്പിക്കുന്നതായിരുന്നു ആ സംഭവം. അന്ന് മാധവ മേനോൻ ബാങ്കിൽ നിന്നും പടിയിറങ്ങിയത് ഒരു പുതിയ ചരിത്രം തിരുത്തിക്കുറിച്ചിട്ടാണ്. സുവർണ ഗ്ലോബൽ ബാങ്കിൽ പിന്നീട് ഒരിക്കൽ പോലും ഒരു മനുഷ്യനും അവരുടെ വസ്ത്രത്തിന്റെയോ പണത്തിന്റെയോ പേരിൽ അപമാനിക്കപ്പെട്ടിട്ടില്ല. ഒരു സാധാരണക്കാരന്റെ കണ്ണീരിന്റെ വില എന്താണെന്ന് ആ സ്ഥാപനം അന്ന് പഠിച്ചിരുന്നു. ബാങ്കിന്റെ ചില്ലുവാതിലുകൾക്കപ്പുറം അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ നഗരത്തെ സ്പർശിക്കുമ്പോൾ അഹങ്കാരത്തിന്റെ ഇരുൾ മാറി അവിടെ മനുഷ്യത്വത്തിന്റെ പുതിയൊരു വെളിച്ചം ഉദിച്ചുയരുകയായിരുന്നു. ചില കഥകൾ അവസാനിക്കുന്നത് കേട്ടു തീരുന്നിടത്തല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ എവിടെയോ ആണ്. സ്വർണത്തിന്റെ തിളക്കത്തിൽ കണ്ണുമഞ്ഞളിച്ചു പോയ ഒരു കാലഘട്ടത്തിന് നേരെ പിടിച്ച ഒരു വലിയ കണ്ണാടിയാണ് ഈ കഥ. മുഷിഞ്ഞ വസ്ത്രങ്ങൾക്ക് ഉള്ളിൽ തുടിക്കുന്ന മായം കലരാത്ത ചില പച്ചയായ മനുഷ്യരുണ്ട്. അവരെ തിരിച്ചറിയാൻ ബാങ്ക് അക്കൗണ്ടിലെ പൂജ്യങ്ങളുടെ എണ്ണം നോക്കിയിട്ട് കാര്യമില്ല. അധികാരവും പണവും കണ്ട് നമ്മൾ കെട്ടിപ്പൊക്കുന്ന അഹങ്കാരത്തിന്റെ ഗോപുരങ്ങൾ മനുഷ്യത്വത്തിന്റെ ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. നമ്മൾ നേടിയെടുക്കുന്ന വലിയ പദവികളെക്കാളും ആഡംബരങ്ങളെക്കാളും എത്രയോ മുകളിലാണ് വിശപ്പും ദാഹവും അറിയുന്ന ഒരു പ്യൂണിന്റെ നിഷ്കളങ്കമായ ഒരു ഗ്ലാസ് പച്ചവെള്ളം. ഓർക്കുക, വില കൂടിയ വസ്ത്രങ്ങളല്ല ഒരുവന്റെ യഥാർത്ഥ വിലാസം, ആർദ്രതയുള്ള മനസ്സാണ്. ഈ സ്നേഹ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെയും തൊട്ടുണർത്തിയെങ്കിൽ ഈ അറിവിന്റെയും ചിന്തകളുടെയും യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നന്മകൾ പങ്കുവയ്ക്കുന്ന നമ്മുടെ ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറുക. ഈ കഥ നിങ്ങൾക്ക് നൽകിയ അനുഭവങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒരു കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. ഈ കഥാവിഷ്കാരത്തിന് നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കിലൂടെ സമ്മാനിക്കാൻ മറക്കരുതേ. ഒപ്പം മനുഷ്യത്വത്തിന്റെ ഈ മഹത്തായ സന്ദേശം കൂടുതൽ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്മയുടെ വെളിച്ചം നമ്മളിലൂടെ ലോകമെങ്ങും പടരട്ടെ. നിങ്ങളുടെ ഈ വലിയ പിന്തുണയോടെ ഈ ചാനൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. നന്ദി.